ഹായ് ഹലോ, ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി വേഗം റെഡിയാവാമേ. അപ്പോൾ എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. എനിക്ക് ഇവിടുന്ന് 6:30 ആകുമ്പോഴത്തേനും പോയാൽ മതി. പക്ഷേ ഇന്ന് എനിക്ക് ഒരു കോൾ വന്നു ഹോസ്പിറ്റലിൽ നിന്ന്, കുറച്ച് നേരത്തെ വരാമോ എന്ന് ചോദിച്ച്. അപ്പോൾ നമുക്കവിടെ കുറച്ച് പരിപാടികളുണ്ട്, അതെന്താണെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് പറയാമേ. അപ്പോൾ നേരത്തെ പോകണം, പ്രത്യേകിച്ച് ഫുഡൊന്നും വയ്ക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ കരുതി ബ്രെഡ് ഇരിപ്പുണ്ട്, ബ്രെഡും ജാമും എടുക്കാം ഫുഡിനെന്ന്. അങ്ങനെ അതൊക്കെ എടുത്ത് പോകാമെന്ന് കരുതി അങ്ങനെ വേഗം റെഡിയാവുകയാണ്. ഫസ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു. പിന്നെ ഈ ചൂടത്ത് ഇവിടെ ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് സൺസ്ക്രീൻ ഇട്ട്. അതും നമ്മുടെ 2 ഫിംഗർ റൂളിൽ തന്നെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തത്. പിന്നെ കണ്ണെഴുതി, പിന്നെ നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആണല്ലോ ലിപ്സ്റ്റിക്ക്, അതിട്ട്. എനിക്ക് എപ്പോഴും നല്ല കോംപ്ലിമെൻറ്റ് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കും അതിൻ്റെ ഷെയ്ഡുമാണ് ഇത്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വാസലിൻ്റെ ഗ്ലൂട്ടാ ഹെയർ സെറം ഫേസ് ലോഷൻ. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 1 മന്ത് ആയതോടെ. നൈറ്റിൽ കഴിക്കാനുള്ള ഫുഡ്, പിന്നെ മോർണിംഗ് 4 o'clock 3 o'clock ഒക്കെ ആകുമ്പോൾ വിശക്കുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി ചസ്ത മസ്ക് ബിസ്ക്കറ്റ് ടൈം കിട്ടിയാൽ മാത്രം. കഴിഞ്ഞ ദിവസം കൊണ്ട് ഓറഞ്ച് ഇപ്പോഴും ബാഗിൽ കിടക്കാം. സമയം കിട്ടി എന്തെങ്കിലും കഴിക്കണം. കുട്ടിക്ക് ചെന്നാൽ പിന്നെ തിരക്കാണെങ്കിൽ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ തോന്നത്തില്ല. കഴിച്ചില്ലെങ്കിലും ഡ്യൂട്ടി എങ്ങനെയും പെട്ടെന്ന് ചെയ്തു തീർക്കാനേ നമുക്ക് തോന്നത്തുള്ളൂ. ഇപ്പം നമുക്ക് വേഗം പോകാമേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി 5:30 ആകുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ ചെല്ലാം എന്നാണ് പറഞ്ഞേക്കുന്നത്. 5:30 ആകുമ്പോഴത്തേനും ചെല്ലും. പിന്നെ ഇവിടുന്ന് എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, കുറച്ച് നടന്നാൽ മതി. പിന്നെ ഇവിടുത്തെ ചൂട് നമുക്ക് ഒട്ടും സഹിക്കാനേ പറ്റത്തില്ല. ഈ ചൂടത്ത് പിന്നെ സൺസ്ക്രീനും കൂടെ ഇടാതിരുന്നാൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ മമ്മി പറയുന്ന പോലെ അവസാനം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും കൂടെ ആവും സൺസ്ക്രീൻ ഇട്ടാൽ. എനിവേ നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഗൈസ്. ഞാൻ ബാക്ക് സൈഡിൽ കൂടെയാണ് എന്നും കയറി പോകുന്നത്. ഞാൻ നടന്നല്ലേ വരുന്നത്, അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഞാൻ വരുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ കൂടെ കയറിപ്പോൾ ഫ്രണ്ടിൽ കൂടെ ആകുമ്പോൾ കുറച്ചും കൂടി ചുറ്റാവും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ബാക്കിൽ കൂടെ തന്നെ കയറി അങ്ങ് പോകും. ഇതാണ് എനിക്ക് പോകാനും എളുപ്പം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയത്. അതായത് ബ്രസ്റ്റ് ഫീഡിങ് വീക്ക് റിലേറ്റ് ചെയ്ത് നമുക്ക് പോസ്റ്റർ പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ഇതൊന്നും ഞാനല്ല, നമ്മുടെ കൊളീഗ്സൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം പെട്ടെന്ന് അതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് കയറാനായിട്ട്. നൈറ്റാണ്. അങ്ങനെ ഞാൻ വരുന്നതിന് മുന്നേ വേറെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഓഫുള്ളവരും നൈറ്റ് ഓഫ് ഉള്ളവരും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് നൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ലേറ്റായത്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ കുറച്ച് പ്രിപ്പറേഷനും കുറച്ച് ഒട്ടിക്കാനും ഹെഡിങ് എഴുതാനും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉള്ളൂ. കാരണം നാളെയാണ് ഈ പ്രസൻറ്റേഷൻ. അപ്പം നാളെ അതിന് മുന്നിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ബാക്കിയുള്ളവർ ഇവിടെ ഇരിക്കും, അവരൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോവും. അങ്ങനെ ഞാൻ വേഗം ഡ്യൂട്ടിക്ക് കയറി. ഇൻവെൻറ്ററിയൊക്കെ ചെക്ക് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെക്ക് ചെയ്ത് ഓവറൊക്കെ എടുത്ത് പേഷ്യൻറ്റിന് മെഡിസിനൊക്കെ കൊടുക്കാണ്ടായിരുന്നു. മെഡിസിൻ കൊടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ കരുതി പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന്. ചിലപ്പോൾ പിന്നെ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ. സോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ പേഷ്യൻ്റെ റൂമിൽ ചെന്നപ്പോൾ നല്ല വ്യൂ ഔട്ട്സൈഡിലോട്ട് നോക്കിയപ്പം ഈ ദുബായ് എന്ന് പറയുന്നത് നൈറ്റിലാണ് കേട്ടോ കാണാൻ സൂപ്പർ. ഫുൾ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് ചുമ്മാ ഒരു വ്യൂ, ആ ലൈറ്റിംഗ് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. അങ്ങനെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ നേരെ തിരിച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ സ്റ്റാഫിനും ഡോക്ടേഴ്സിനും എല്ലാം ഫുഡ് വാങ്ങി തന്നു. അവരറിഞ്ഞു കാണും ഞാൻ ഇന്ന് ബ്രെഡാണ് കൊണ്ടുവന്നിരുന്നു, അതുകൊണ്ടായിരിക്കാം. എനിവേ അവർ തന്ന ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു. പെട്ടെന്ന് പണികളൊക്കെ തീർത്തു. അങ്ങനെ ഫുഡ് അടിയൊക്കെ പെട്ടെന്ന് തന്നെ നിർത്തി ഇറങ്ങി വന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ പേഷ്യൻ്റ് കുറച്ച് സിക്കായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ രാവിലെ മോർണിംഗ് കെയറൊക്കെ കൊടുക്കാൻ സമയമായി. പേഷ്യൻ്റ് മോർണിംഗ് കെയറൊക്കെ കൊടുത്ത് മെഡിസിനൊക്കെ കൊടുത്ത് പെട്ടെന്ന് ഓവർ എടുത്ത് പോയി കിടന്ന് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങണം എന്നൊരൊറ്റ ലക്ഷ്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾക്ക് പെട്ടെന്ന് ഓവർ എടുക്കുക, പെട്ടെന്ന് ഇറങ്ങി ഓടുക, അതൊക്കെ ഒരു ഇതാണ്. ഡ്യൂട്ടിക്ക് വരുമ്പോൾ പതുക്കെ വരും. പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര സ്പീഡിൽ പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം. പെട്ടെന്ന് പ്രത്യേകിച്ച് നൈറ്റൊക്കെ ആകുമ്പോഴത്തേനും പോയി കിടന്ന് ഉറങ്ങണം, അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ വേഗം മോർണിംഗ് പേഷ്യൻ്റ് കെയറൊക്കെ തുടങ്ങി. നേരത്തെ പേഷ്യൻ്റ് കെയറൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് പേഷ്യൻ്റ് കെയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് മെഡിസിനൊക്കെ കൊടുത്ത്
ബാക്കി ഓവർ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി പെട്ടെന്ന് പോകണം എന്ന് കരുതി തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു ടെസ്റ്റ് ഉണ്ടായി ഗൈസ്. ഞാനിതെല്ലാം കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോഴത്തേക്കിനും ഈജു എന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പുറത്ത് പോകാൻ. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ. പിന്നെ റൂമിൽ ചെന്നത് ഉറങ്ങണമെന്ന് കരുതൊക്കെ വേസ്റ്റായി. പിന്നെ ഞാൻ ഉറങ്ങുന്നത് ആ ദിവസം രാത്രിയിൽ 11 മണിക്കാണ് ഗൈസ്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞ് പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. നമുക്ക് 7:30 ആയെങ്കിലേ പഞ്ച് ചെയ്യാൻ പറ്റും. പഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പോവുകയാണ് ഗൈസ് തിരിച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാത്തവരെല്ലാവർക്കും ബൈ.